ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കിരൺ നമ്മുടെ ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, ആ സ്റ്റെഫി പുറത്തിറങ്ങിയ കാര്യം അറിയാലോ, എന്തായാലും അവളെ ഉടനെ തന്നെ പോലീസ് പിടിക്കുമായിരിക്കും, എങ്കിലും പിടിച്ചില്ലെങ്കിൽ അപകടമാണ്. പിന്നെ ഗംഗപ്രസാദിനെ കൊന്നത് മനോഹർ ആണെങ്കിലും മനോഹറിനെ ഇനി അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയി, അവനിപ്പോൾ സുരക്ഷിതനാണ്. അതുകൊണ്ട് ഇനി നിങ്ങളെ ആയിരിക്കും അവൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാനും കല്യാണിയും ഒക്കെ അതിനുശേഷമുണ്ടായ ശത്രുക്കളാണല്ലോ ഗംഗയ്ക്ക്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ കിരൺ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന സ്റ്റെഫിയെയും കൂട്ടരെയും തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റെഫിയും കൂട്ടുകാരും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട്, സ്റ്റെഫി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ ലക്ഷ്മി അമ്മയെയും കാർത്തികയെയും തന്നെയാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഞാൻ എന്തായാലും അവരെ തീർക്കും, അത് ഉറപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് അവരുടെ വീടൊന്നല്ല, വീട്ടിൽ കയറിക്കൂടാൻ ഇത്തിരി പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കമ്പനിയിൽ കയറിക്കൂടണം. എന്നിട്ട് ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം ചെയ്യാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ഒരു ഗുണ്ട ചോദിക്കുന്നുണ്ടല്ല, ആ കിരണിനെ ഇല്ലാതാക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ അവനവിടെ നിൽക്കട്ടെ, എന്തായാലും കിരൺ ഗംഗയ്ക്ക് പിന്നീടുണ്ടായ ശത്രുവാണ്, അതുകൊണ്ട് അവനെയല്ല ഇവർ രണ്ടുപേരെയുമാണ് തീർക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. കിരണാണ് ഗംഗപ്രസാദിനെ തല്ലി ചതച്ചത്, ഒരുപാട് ഉപദ്രവിച്ചിട്ടൊക്കെ ഉള്ളതാണ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം എന്ന് പറയാണ്. ഞാൻ എന്തായാലും എനിക്കിനി ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. ഞാൻ എന്തായാലും അവരെ കൊന്ന് ആ സമയത്ത് പിടിക്കപ്പെടുകയാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും കൊന്ന് ഞാൻ ഗംഗയുടെ അരികിലെത്താൻ തന്നെയാണ് എൻ്റെ തീരുമാനം. ഞാൻ അങ്ങനെ ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ഉടനെ തന്നെ അവരുടെ കമ്പനിയിൽ എത്തിപ്പെടണം, അവിടെ ഒന്ന് നന്നായി നിരീക്ഷിക്കണം, ക്യാമറയ്ക്ക് എവിടെയുള്ളതെന്ന് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് അവിടെ നിന്ന് 4 പേരും ആ പറയുന്ന നമ്മുടെ കാർത്തിക ഫുഡ്സിൻ്റെ അതിൻ്റെ പുറത്ത് വണ്ടി അങ്ങനെ നിർത്തുകയാണ്. എന്നിട്ട് ആ മതിൽ ചാടുന്നുണ്ട്. മതിൽ ചാടിയപ്പോൾ ആ ഒരു ആൾ പറയുന്നുണ്ട്, അയ്യോ ഇവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നീ എന്തായാലും പോയി ഒന്ന് സെക്യൂരിറ്റിയെ നോക്ക് എന്ന് സ്റ്റെഫി പറയുമ്പോൾ ഒരാൾ ചെന്നിട്ട് സെക്യൂരിറ്റിയെ നോക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റി നല്ല ഉറക്കത്തിലാണ്, അവൻ നല്ല ഉറക്കത്തിലാണ്, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വാ, നിനക്ക് വാതിൽ കുത്തി തുറക്കാൻ അറിയാലോ എന്ന് ചോദിക്കുകയാണ്. അറിയാം, അതൊക്കെ എനിക്കറിയാം, വാ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പിന്നാമ്പുറത്തെ വാതിൽ കുത്തി തുറന്ന് കൊടുക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് അവളോടായിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് ഒറ്റയ്ക്ക് പറ്റുമോ, നിനക്ക് ഒരാളും കൂടി നിന്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, അത് വേണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്താൽ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. എന്നിട്ട് അവളെ കയ്യിലുള്ള ഒരു കത്തി കാണിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ട ഇത് മതി എനിക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിനക്ക് എന്തെങ്കിലും ഭയം തോന്നുകയാണെങ്കിൽ ഉടനെ വിളിക്കണം എന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവരെ അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതുപോലെ സ്റ്റെഫി അകത്തേക്ക് കയറുകയും അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെ ആ ക്യാബിൽ ആ ടേബിളിൻ്റെ അടിയിൽ അങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് അവളിങ്ങനെ വരികയാണ്. അപ്പോൾ വരുന്ന സമയത്ത് അവളിങ്ങനെ പറയുന്നുണ്ട്, ഇത് ഗംഗ ആഗ്രഹിച്ച സീറ്റാണ്, ഇതിലെന്തായാലും ഞാനൊന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ അതിലൊന്ന് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയുടെയും അതുപോലെ ദിലീപിൻ്റെയും ഫോട്ടോ അവിടെ കാണാണ്. അപ്പോൾ അതെടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, എടാ നിന്റെ അച്ഛനെ കൊന്നതിന് ശേഷം നീ മാറുമെന്ന് വിചാരിച്ചു ഈ കല്യാണത്തിൽ നിന്ന്, പക്ഷെ നീ മാറിയില്ല. അതുകൊണ്ട് തന്നെ നാളെ എന്തായാലും ഇത് ഇങ്ങനെ വെട്ടിയെടുക്കും, ഞാൻ ഇതിൽ നിന്ന് ഒരാളെ ഞാൻ അടർത്തി മാറ്റുമെന്ന് പറയുകയാണ്. അതിനുശേഷമാണ് അവൾ ആ ടേബിളിൻ്റെ അടിയിൽ അങ്ങനെ എന്തായാലും ഇന്നത്തെ രാത്രി ഇവിടെ കഴിയാം, അവർ രാവിലെ വരുമ്പോഴേക്കും ഇവിടെ ഒളിച്ചിരിക്കാം എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണ് നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും അതിരാവിലെ തന്നെ കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി അമ്മ എന്തിനാ വരുന്നത്, ഞാൻ പോയിട്ട് വരാമെന്ന് കാർത്തിക പറയുമ്പോൾ അത് വേണ്ട മോളെ തനിച്ച് വിടണ്ട എന്ന് ദിലീപ് വിളിച്ചപ്പോഴും കൂടി പറഞ്ഞു ശ്രദ്ധിക്കണം എന്നതുകൊണ്ട് ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തികയുടെ കൂടെ ലക്ഷ്മി അമ്മയും പോകാൻ വേണ്ടി പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. അങ്ങനെ ആ സമയം ഇറങ്ങുന്ന നേരത്ത് അവിടെ 1-2 ബൈക്കുകാർ വന്നിങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരെ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി മോളെ എന്ന് പറയുമ്പോൾ അവർ വേഗം തന്നെ അകത്തേക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ബൈക്കുകാർ അവിടെ നിന്നും പോവുകയാണ്. ആരായിരിക്കും വന്നത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, കിരൺ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഓഫീസിലെത്തിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ്. അതെ മോളെ വാ, എന്നാൽ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് കിരൺ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തന്നെയായിരിക്കും അവൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവളെന്തായാലും കിരൺ കൈകാര്യം ചെയ്തോളും. കിരൺ തന്നെയല്ല, ചന്ദ്രേട്ടനൊക്കെ അതിൻ്റെ പുറകെ തന്നെയാണ്. ചന്ദ്രേട്ടൻ്റെ ആൾക്കാരൊക്കെ തന്നെ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാകുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ
കല്യാണിയാണെങ്കിൽ ചായ നമ്മുടെ കിരൺ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലക്ഷ്മി അമ്മയും കാർത്തികയും ഇന്ന് എന്തായാലും കമ്പനിയിലോട്ട് പോകുന്നുണ്ട്. അത് ആ സ്റ്റെഫിയെ ഉടനെ തന്നെ പിടിക്കണം. മിക്കവാറും ഗംഗപ്രസാദിൻ്റെ പറഞ്ഞയച്ച പോലെ തന്നെ ഈ സ്റ്റെഫിയും എൻ്റെ കയ്യിൽ വന്ന് പെടും, അത് ഉറപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും അവളെ പെട്ട് കഴിഞ്ഞാൽ അവളെ എന്തായാലും ആരും അറിയാതെ അവളെ പറഞ്ഞയക്കുക തന്നെ വേണം എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കാർത്തികയും ലക്ഷ്മി അമ്മയും കമ്പനിയിലോട്ട് വരികയാണ്. അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. നേരെ സെക്യൂരിറ്റിയോട് വന്ന് ചോദിക്കുകയാണ്, ഇന്നലെ രാത്രി കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ, ഇല്ല മേഡം എന്ന് പറയുകയാണ്. ഒരു സെക്യൂരിറ്റിയും കൂടി ഒരാളെയും കൂടി നിർത്താൻ പറഞ്ഞിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ തന്നെ പോയുള്ളൂ എന്ന് പറയുന്നത്. ഇന്നലെ ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇല്ല, ഞങ്ങൾ മാറിയാണ് സാർ മേഡം ഉറങ്ങിയത് എന്നിങ്ങനെ ആ സെക്യൂരിറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അവരകത്തേക്ക് കടക്കുകയാണ്. അകത്തേക്ക് കടക്കുമ്പോൾ അവിടെ ജോലിക്കാരുണ്ട്, കുറച്ച് സ്ത്രീകളുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്ത്രീകളിൽ ഒരാളെ വിളിച്ചിട്ട് പറയാണ്, അല്ല കമ്പനിയിലെ കണക്കിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇയർ എൻഡിങ്ങിൽ വലിയ ലാഭമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അത് പിന്നെ മേഡം ഇപ്പോൾ ഇത്തിരി സാഹചര്യമൊക്കെ ഇപ്പോൾ മോശമാണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. എന്തായാലും കണക്കുകളൊക്കെ കൃത്യമായിരിക്കണം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് കൃത്യമായി പറഞ്ഞിരിക്കണം എന്നിങ്ങനെ ലക്ഷ്മി അമ്മ ആ സ്ത്രീയോട് പറയുന്നുണ്ട്. ശരി മേഡം എന്ന് പറയുകയാണ്. അപ്പോൾ അവർ മാറി നിന്നിട്ട് പിന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയും മാറി നിന്നിട്ട് കാർത്തിക പറയണം, അവർ പറഞ്ഞതിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഇപ്പോൾ യുദ്ധവും കാര്യങ്ങളെല്ലാം അമ്മ നടക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഒരു എഫക്റ്റ് നമ്മുടെ എല്ലാ ബിസിനസ്സിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതെനിക്കറിയാം മോളെ, പിന്നെ അവരെ അങ്ങനെ ഇതാക്കാൻ പാടില്ലല്ലോ, ഒരു പക്ഷേ അവരെന്തെങ്കിലും എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേടി നല്ലതാണ്, എന്തായാലും പുറത്ത് കാര്യങ്ങളൊക്കെ വരുമല്ലോ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ അവൻ തൻ്റെ ലാപ്ടോപ്പ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഈ പറയുന്ന സ്റ്റെഫിയും കൂട്ടരും 2 വീലറിൽ വരുന്നതും അതുപോലെ തന്നെ അവരവിടെ 2 വീലർ നിർത്തിയിട്ട് ആ മതിൽ ചാടുന്നതും പിന്നാമ്പുറം കുത്തി തുറന്ന് അവൾ അകത്തേക്ക് കടക്കുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമ്മുടെ കിരൺ കാണുന്നുണ്ട് ആ ലാപ്ടോപ്പിൽ. പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി കിരണേട്ടാ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ പെട്ടെന്ന് പോകണം, ഒരു അത്യാവശ്യമുണ്ടെന്ന് പറയാണ്. എന്താന്ന് ചോദിക്കുമ്പോൾ വന്നിട്ട് പറയാം കല്യാണി എന്ന് പറഞ്ഞ് തിരക്കിട്ട് അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എന്തായാലും പോകുന്നത് ഈ പറയുന്ന കമ്പനിയിലോട്ട് തന്നെയാണ്, കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ലക്ഷ്മി അമ്മയും കാർത്തികയും അവിടെ ഇരുന്നിട്ട് ലക്ഷ്മി അമ്മയുടെ ക്യാബിൽ ഇരുന്ന് സംസാരിക്കണം. ആ സമയവും പറയുന്നത് ഈ പറയുന്ന സ്റ്റെഫിയെ കുറിച്ച് തന്നെയാണ്. അവൾ എന്തായാലും വെറുതെ ഇരിക്കില്ല, അവന് വേണ്ടി ചാവാൻ വേണ്ടി നടക്കുന്നവളാണ്. അതെന്തായാലും ഈ പറയുന്ന ചന്ദ്രേട്ടനൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും. കാരണം അന്ന് കിരണിന്റെ വീട്ടിൽ അവന്റെ ബോഡി കുഴിച്ചിട്ടെങ്കിലും അത് ആരും അറിയാതെ മാറ്റിയ ചന്ദ്രേട്ടനല്ല, ഇപ്പോഴും അതറിയില്ല ആർക്ക് എവിടേക്കാണ് മാറ്റിയതെന്ന് പോലും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ സംരക്ഷണത്തിലൊക്കെയാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തിക അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ ക്യാബിലേക്ക് പോകണം. അപ്പോൾ അവളുടെ ക്യാബിൻ്റെ ആ ടേബിളിൻ്റെ അടിയിലാണ് ഈ പറയുന്ന സ്റ്റെഫി ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾ അവിടെ വന്നിട്ട് തൻ്റെ ഫോൺ ആ ടേബിളിലൊന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റെഫി ആണെങ്കിൽ കയ്യിലൊരു കത്തിയും വെച്ചിട്ട് അവളെ കിട്ടിയ താപ്പിന് കുത്താമെന്നൊരവസ്ഥയിൽ അങ്ങനെ മറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.